എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ITIയിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അപ്പോൾ 72 ട്രേഡുകളിലായിട്ട് 104 ഗവൺമെൻറ് ITIകളിലേക്കുള്ള അപേക്ഷകളാണ് വിദ്യാർത്ഥികൾക്ക് നൽകാൻ സാധിക്കുക. എല്ലാ ITIകളിലേക്ക് അപേക്ഷ നൽകുന്നവരും വിദ്യാർത്ഥികൾക്ക് ഒരു അപ്ലിക്കേഷൻ മാത്രമേ നൽകേണ്ടതായിട്ടുള്ളൂ. അപേക്ഷാ ഫീസ് 100 രൂപയാണ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നിങ്ങൾ നൽകി ഓൺലൈനായിട്ട് നൽകി അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ITIകളിൽ പോയി വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. ITIകളിൽ പോയി വെരിഫിക്കേഷൻ ചെയ്താലാണ് വിദ്യാർത്ഥികളുടെ അപേക്ഷ കൺഫേം ആവുകയുള്ളൂ, അതായത് അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള എഡിറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഫൈനൽ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം പിന്നീട് അപേക്ഷയിൽ യാതൊരുവിധ മാറ്റങ്ങളും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകൾ, ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഈ ഒരു അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതൊക്കെ കോളേജുകൾ ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിനായിട്ട് ലിസ്റ്റ് ഓഫ് ഗവൺമെൻറ് ITI ഇൻ കേരള എന്നുള്ള മുകളിലൂടെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോളേജിൽ ഉള്ള ഏത് കോഴ്സാണ് അറിയേണ്ടത് ആ ഒരു കോളേജ് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളേജിൻ്റെ കോഡ് ഏതാണ്, അതുപോലെ തന്നെ ആ ഒരു കോളേജിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആ ഒരു കോളേജിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് NCVT മെട്രിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വീഡിയോയുടെ ലിങ്കും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു കോളേജ് നോക്കാം. അപ്പോൾ മറ്റൊരു കോളേജ് ഇപ്പോൾ നമുക്ക് ഈ ഒരു കോളേജ് എടുക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജാണ് വേണ്ടത് അത് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പോകാനും വരാനുമൊക്കെ സൗകര്യമുള്ള കോളേജുകൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ NCVT മെട്രിക്സ് അതുപോലെ NCVT നോൺ മെട്രിക്സ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ട് വിഭാഗം കോഴ്സുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ താല്പര്യം അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ, അതായത് നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സ് നൽകിയത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ ജില്ലയിലെയും നിങ്ങൾക്ക് 2 വീതം ആ ഒരു ഹെൽപ്പ് ഡെസ്കിന് വേണ്ടിയിട്ടുള്ള നമ്പേഴ്സാണ്, അതായത് 2 പേരുടെ വീതം ഹെൽപ്പ് ഡെസ്ക് നമ്പേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. ജൂനിയർ ഇൻസ്ട്രക്ടേഴ്സ് അതുപോലെ തന്നെ സീനിയർ ഇൻസ്ട്രക്ടേഴ്സ് എന്നിങ്ങനെ വിഭാഗങ്ങളിലായിട്ട് 2 വീതം നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിലുള്ള ഇമെയിൽ ID നൽകിയിട്ടുള്ള ആ ഒരു ഇമെയിൽ ID മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ ഇതിൻ്റെ പ്രോസ്പെക്ടസ് ITIയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്നത് സംബന്ധിച്ച് മുകളിലൂടെ ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു പേജിൽ ഇതിൻ്റെ പ്രോസ്പെക്ടസ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു NCVT അതുപോലെ SV അതായത് SCVT പ്രോസ്പെക്ടസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോസ്പെക്ടസ് ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ കറക്റ്റായിട്ട് ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയും അതിനുശേഷം അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് ഈ ഒരു ജസ്റ്റ് ആ ഒരു പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയുള്ള ഡീറ്റെയിൽസ് ആണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ജസ്റ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ അപേക്ഷ സമർപ്പിക്കേണ്ട ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട അതായത് തീയതി എന്ന് പറയുന്നത് 6/6/2024 11-ാം തീയതി മുതലാണ്. വെരിഫിക്കേഷൻ ആരംഭിക്കുന്നത് ഈ ഒരു ജൂൺ 10-ാം തീയതി 10 മണി മുതലാണ്. അതുപോലെ തന്നെ അതായത് ഇന്ന് മുതലാണ് വെരിഫിക്കേഷൻ ആരംഭിക്കുന്നത്. ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 29-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. ഓൺലൈൻ അപേക്ഷകളുടെ വെരിഫിക്കേഷൻ അവസാനിക്കുന്ന തീയതി ഈ ഒരു ജൂലൈ 6-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂലൈ 10-ന് 3 മണിക്കാണ്. അഡ്മിഷൻ അർഹരായവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന തീയതി 11-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ജൂലൈയിലാണ്. അഡ്മിഷൻ തീയതി ജൂലൈ 19-ാം തീയതിയാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്ന പക്ഷം അതായത് പ്രിൻസിപ്പൾമാർ നോട്ടീസ് പത്രപരസ്യം ചെയ്യുന്നതായിരിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ലിസ്റ്റ് അതത് ITIകളിൽ പ്രസിദ്ധീകരിക്കുന്നതും ഈ വിവരം പ്രിൻസിപ്പൾമാർ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ പരസ്യം ചെയ്യുന്നതും ആയിരിക്കും. അതുപോലെ ഓരോ ട്രേഡുകളും അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും ഇതിൽ നൽകിയിട്ടുണ്ട്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ 1/8/2024 അതുപോലെ തന്നെ 1/8/2024 14 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതാണ്. എന്നാൽ ഡ്രൈവർ കം മെക്കാനിക്ക് അതായത് LMV ട്രേഡിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കേണ്ടതാണ്. അതുപോലെ ഉയർന്ന പ്രായപരിധിയില്ല. അതുപോലെ തന്നെ IITകളിലുള്ള പ്രവർത്തന സമയം അതായത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ 7:50 മുതൽ 3 മണി വരെയും അതുപോലെ തന്നെ 10 AM മുതൽ 5:10 PM വരെയുള്ള 2 ഷിഫ്റ്റുകളിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളിത് വായിച്ച് നോക്കുക. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് നോക്കുന്നില്ല, ജസ്റ്റ് ഇത് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ജസ്റ്റ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് NCVT പ്രോസ്പെക്ടസ് നോക്കാം. അപ്പോൾ NCVT
അപ്പോൾ വിദ്യാർത്ഥികൾക്ക് NCVT SCVT എന്നിങ്ങനെ 2 വിഭാഗത്തിലുള്ള കോഴ്സുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം യൂസർ മാനുവൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് യൂസർ മാനുവൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു യൂസർ മാനുവലിൽ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് നൽകിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷനും രണ്ടാമത്തേത് ഫിൽ ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. ഫിൽ ആപ്ലിക്കേഷനിൽ പേഴ്സൺ ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നൽകണം. അത് പേഴ്സണൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അതർ ഡീറ്റെയിൽസ്, ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യൽ, സെൽഫ് ഡിക്ലറേഷൻ എന്നിവയും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ITI ആൻഡ് ട്രേഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതും. നാലാമത്തേത് വ്യൂ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ കാണുക. അഞ്ചാമത്തേത് പേയ്മെൻറ്റ് ചെയ്യുക. 100 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ആറാമത്തേത് വ്യൂ ആൻഡ് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, ഏതെങ്കിലും ട്രേഡ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയും അതിനുശേഷം വെരിഫിക്കേഷൻ ഏതെങ്കിലും ഗവൺമെൻറ് ITIകളിൽ പോയിട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത് എന്തെങ്കിലും കാരണവശാൽ അത് അടക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ 24 ഹവേഴ്സിന് ശേഷം മാത്രമേ വീണ്ടും അടക്കാനായിട്ട് സാധിക്കുള്ളൂ. അക്കൗണ്ടിൽ നിന്ന് പണം കുറയുകയും റെസിപ്റ്റ് ലഭിക്കാതെ വരികയും ചെയ്താൽ 24 മണിക്കൂർ സമയത്തിനകം പണം തിരികെ അക്കൗണ്ടിൽ വരികയോ റെസിപ്റ്റ് ലഭിക്കുകയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ നിങ്ങൾക്ക് ഈ ഒരു നൽകിയ ശേഷം നിങ്ങൾക്ക് അതായത് ഈ ഒരു അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ITIകളിൽ ഗവൺമെൻറ് ITIകളിൽ പോയിക്കൊണ്ട് ആ ഒരു വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചാൽ മാത്രമാണ് അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ. അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെയും മൊബൈൽ നമ്പർ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മൊബൈൽ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതും. തൊട്ടടുത്ത ITIകളിൽ എത്തി അപേക്ഷയുടെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് വരെ അപേക്ഷയിലെ തെറ്റുകൾ നിങ്ങൾക്ക് മാറ്റാൻ, അതായത് എന്തെങ്കിലും ആഡ് ചെയ്യാനോ തിരുത്തലുകൾ വരുത്താനോ സാധിക്കും. അതുപോലെ അതായത് തിരുത്തലുകളും വരുത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും അപേക്ഷ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ജില്ലാ കോർഡിനേറ്റർമാർ മുഖേന ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം എന്ന് ചോദിച്ചാൽ നേരത്തെ വന്നിട്ടുള്ള അതായത് ഈ ഒരു ഹോം പേജിലേക്ക് പോവുകയും അതിനുശേഷം ഹോം പേജിൽ നിന്നും നിങ്ങൾക്ക് അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഈ ഒരു അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലൂടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് അതിനുശേഷം ഇവിടെ നൽകിയിട്ടുള്ള ആ ഒരു കോഡും ഇവിടെ ക്യാപ്ച എന്നുള്ളത് നൽകിയ ശേഷം രജിസ്റ്റർ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ ബാക്കി ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യുക. അത് ബാക്കി അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത് അപേക്ഷയിൽ എഡിറ്റ് ചെയ്യാൻ വേണ്ട വിദ്യാർത്ഥികളാണെങ്കിൽ ഓൾറെഡി രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ് എന്നത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതായത് യൂസർ നെയിം അതുപോലെ പാസ്വേഡ് എന്നിവ നൽകി അതുപോലെ ക്യാപ്ചയും നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നൽകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പാസ്വേഡ് മറന്നുപോയാൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഏതൊക്കെയാണ് ഗവൺമെൻറ് ITIകൾ ഉള്ളത് എന്നുള്ളതും ഇവിടെ ഓപ്ഷൻ ലിങ്കായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ജൂൺ 29-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ITIകളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.